ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചിലപ്പോൾ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് ഇരിക്കുന്നവരായിരിക്കും. HSST എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ നിങ്ങൾ ചിലപ്പോൾ സെറ്റ് എക്സാം പാസ് ആവാത്തവരായിരിക്കും. ഈ വരുന്ന സെറ്റ് എക്സാം പാസ് ആയി ഒരു HSST അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇതിൽ രണ്ടിൽ ഏതായിരുന്നാലും ശരി, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ മുഴുവനായും പറയുന്നത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണ്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഇതൊക്കെ പറയുന്നുണ്ട്. കൂടാതെ MCQസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായും കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് വ്യക്തമാകുകയുള്ളൂ. ടീച്ചിങ് മെത്തേഡ്സിൽ പ്രൊജക്റ്റ് മെത്തേഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗവും നമ്മൾ പരിശോധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എന്താണ് ഹ്യൂറിസ്റ്റിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ മീനിങ്? The word heuristic has been derived from the Greek word heurisko, which means I find or I discover. Heuristic method of teaching science was proposed by H.E. Armstrong. H.E. Armstrong ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് കണ്ടുപിടിച്ചത്. ആംസ്ട്രോങ് ഒറിജിനലി ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് മെത്തേഡ് ഓഫ് ലേണിംഗ് ഓഫ് സയൻസ്. ഇത് ഓർത്തിരുന്നാൽ മതി. ഒറിജിനലി ദിസ് മെത്തേഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ലേണിംഗ് ഓഫ് സയൻസ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ദ മെയിൻ എയിം ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഈസ് ടു ഡെവലപ്പ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, ടു ഡെവലപ്പ് സയൻറ്റിഫിക് സ്പിരിറ്റ് ഇൻ pupils, emphasizes learning through enquiry. ഈ സ്പിരിറ്റ് ഓഫ് എൻക്വയറി കുട്ടികളെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നു. എന്തൊക്കെയാണത്? ആസ്ക് ക്വസ്റ്റ്യൻസ്, ഇൻവെസ്റ്റിഗേറ്റ് പ്രോബ്ലംസ്, ഡിസ്കവർ ഫാക്ട്സ് ഓൺ ദെയർ ഓൺ. ടീച്ചർ ആക്ട്സ് ആസ് എ ഗൈഡ്, നോട്ട് ആൻ ഇൻഫോമർ. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ ടീച്ചർ ആക്ട്സ് ആസ് എ ഗൈഡ്, നോട്ട് ആൻ ഇൻഫോമർ. ഇനി നമുക്ക് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡെവലപ്സ് scientific attitude through observation, testing and conclusion. Encourages learning by doing and self-activity. ഈ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Encourages learning by doing and self-activity. Promotes independent thinking, enquiry and research. Develops reasoning power, observation and inference. Learning becomes meaningful and long-lasting. Builds self-confidence, self-discipline and sense of achievement. Coordinates mental and physical abilities of pupils. Reduce homework burden as working is completed in school. ഇനി നമുക്ക് demerits of heuristic method എന്തൊക്കെയാണെന്ന് നോക്കാം. Suitable mainly for higher classes, not for primary levels. It is very important. Suitable mainly for higher classes, not for primary levels. Time consuming and slow process. Costly method requiring well equipped laboratories and materials. So ഇതാണ് ഡിമെറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഡിമെറിറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സ്യൂട്ടബിൾ ഫോർ ഹയർ ക്ലാസ്സസ്, ടൈം കൺസ്യൂമിങ്, കോസ്റ്റ്ലി. ഇതുകൂടാതെ മറ്റ് ചില ഡിമെറിറ്റ്സ് കൂടിയുണ്ട്. അതായത് ഡിഫിക്കൽട്ട് ടു കംപ്ലീറ്റ് പ്രിസ്ക്രൈബ്ഡ് സിലബസ് വിത്തിൻ ഫിക്സ്ഡ് ടൈം ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ സബ്ജക്ട്സ്. ഡിമാൻഡ്സ് ഹൈ ലെവൽ ഓഫ് പേഷ്യൻസ്, റീസണിങ് ആൻഡ് കോൺസെൻട്രേഷൻ. Not ideal for examination oriented teaching. In conclusion, we can say that the heuristic method is a learner centered method of teaching based on the principle of learning by doing. അല്ലേ, ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. അത് ഓർത്ത് വെക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. It encourages pupils to discover knowledge through enquiry, observation, experimentation and reasoning.
ഇതൊക്കെയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. PYQ റിലേറ്റഡ് UGC നെറ്റിനും സെറ്റ് എക്സാമിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള PYQs ആണ് അടുത്തതായി കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The central assumption of the heuristic method is that learning occurs best when learners, options വായിക്കുക. Option A, receive direct instruction from the teacher. Option B, memorize verified facts. C, discover knowledge through self-activity. D, follow prescribed textbooks. Correct answer option C ആണ്. Discover knowledge through self-activity. Question number 2. Which of the following learning outcomes is most directly associated with the heuristic method? Options: speedy syllabus completion, development of scientific attitude, teacher dominance in the classroom, uniform learning outcomes. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. അടുത്ത ചോദ്യം: ലേണിംഗ് ബൈ ഡൂയിങ് ഇൻ ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് പ്രൈമറിലി ലീഡ്സ് ടു. ഓപ്ഷൻസ്: മെക്കാനിക്കൽ ലേണിംഗ്, റോട്ട് മെമ്മറൈസേഷൻ, മീനിങ്ഫുൾ ആൻഡ് പെർമനൻറ്റ് ലേണിംഗ്, എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ലേണിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മീനിങ്ഫുൾ ആൻഡ് പെർമനൻറ്റ് ലേണിംഗ്. Fourth question: the heuristic method helps in the development of all except observation, reason, self-confidence or passive listening. Correct answer ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാസീവ് ലിസ്ണിംഗ്. അഞ്ചാമത്തെ ചോദ്യം: why is the heuristic method considered psychologically sound? Options: it ignores individual differences. B, it is teacher-centered. C, it is based on self-practice and activity. D, it depends on repetition. Correct answer ഏതാണ്? ആൻസർ സി ആണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെൽഫ് പ്രാക്ടീസ് ആൻഡ് ആക്ടിവിറ്റി. അടുത്ത ചോദ്യം: വിച്ച് ക്ലാസ് റൂം പ്രാക്ടീസ് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്? ഓപ്ഷൻസ്: ടീച്ചർ എക്സ്പ്ലെയിൻസ് ആൻഡ് സ്റ്റുഡൻസ് ടേക്ക് നോട്ട്സ്. Students discover principles through experiments. Students memorize definitions. Teacher dictates answers. Which is the correct answer? Answer option B ആണ്, students discover principles through experiments. അടുത്ത ചോദ്യം: a major limitation of the heuristic method in examination oriented systems is that it discourages independent thinking, cannot develop reasoning, is time consuming and slow, eliminates homework. കറക്റ്റ് ആൻസർ ഏതാണ്? ആൻസർ സി ആണ് കറക്റ്റ്, ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് സ്ലോ. അടുത്ത ചോദ്യം: ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഈസ് ലീസ്റ്റ് സ്യൂട്ടബിൾ ഫോർ. ഓപ്ഷൻസ്: ഹയർ സെക്കൻഡറി ക്ലാസ്സസ്, ഡിസ്കവറി ബേസ്ഡ് സയൻസ് ലേണിംഗ്, നഴ്സറി ആൻഡ് പ്രൈമറി ക്ലാസ്സസ്, എൻക്വയറി ഓറിയൻറ്റഡ് ക്ലാസ് റൂംസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, നഴ്സറി ആൻഡ് പ്രൈമറി ക്ലാസ്സസ്. ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഈസ് ലീസ്റ്റ് സ്യൂട്ടബിൾ ഫോർ നഴ്സറി ആൻഡ് പ്രൈമറി ക്ലാസ്സസ്. ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹയർ സെക്കൻഡറി ക്ലാസ്സസ്. വിച്ച് ഫാക്ടർ മേക്സ് ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എക്കണോമിക്കലി എക്സ്പെൻസീവ്? ഓപ്ഷൻസ്: ഫ്രീക്വൻറ്റ് അസസ്മെൻറ്റ്സ്, ലോങ് ക്ലാസ് അവേഴ്സ്, റിക്വയർമെൻറ്റ് ഓഫ് വെൽ എക്യുപ്ഡ് ലബോറട്ടറീസ്, ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, റിക്വയർമെൻറ്റ് ഓഫ് വെൽ എക്യുപ്ഡ് ലബോറട്ടറീസ്. പത്താമത്തെ ചോദ്യം: വൺ റീസൺ ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് cannot be universally applied to all subject is that. ഓപ്ഷൻസ് വായിക്കാം. all subjects require memorization, all knowledge cannot be discovered individually, students lack motivation, ടീച്ചേഴ്സ് ആർ നോട്ട് ട്രെയിൻഡ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൾ നോളജ് കനോട്ട് ബി ഡിസ്കവേർഡ് ഇൻഡിവിജ്വലി.
ഇതോടുകൂടി ഈ ഒരു സെഷൻ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ യൂസ്ഫുൾ സെഷൻസുമായി വരാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.